ഈവനിങ്. സോ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന നെക്സ്റ്റ് ടോപ്പിക്ക് മെഷറിംഗ് ഇൻസ്ട്രുമെൻറ്റ്സ് ആണ് കേട്ടോ. മെഷറിംഗ് ഇൻസ്ട്രുമെൻറ്റ് നമ്മുടെ ട്രാൻസ്ഫോമർ ആൻഡ് മെഷറിംഗ് ഇൻസ്ട്രുമെൻറ്റ്സ് ഒറ്റ മൊഡ്യൂളാണ്. സോ മെഷറിംഗ് ഇൻസ്ട്രുമെൻറ്റ്സ് നെക്സ്റ്റ് ടോപ്പിക്. സോ ഇലക്ട്രിക്കൽ ഇൻസ്ട്രുമെൻറ്റ്സിനെ കുറിച്ചാണ് നമുക്ക് മെയിനായിട്ട് പഠിക്കാനുള്ളത്. ദ ഇലക്ട്രിക്കൽ ഇൻസ്ട്രുമെൻറ്റ്സ് ക്ലാസിഫൈഡ് അക്കോർഡിംഗ് ടു മാനുഫാക്ചറിംഗ് സ്റ്റാൻഡേർഡ്സ് ഇൻ ടു അബ്സല്യൂട്ട് ഇൻസ്ട്രുമെൻറ്റ്സ് ആൻഡ് സെക്കൻഡറി ഇൻസ്ട്രുമെൻറ്റ്സ്. സോ ഫസ്റ്റ് ക്ലാസിഫിക്കേഷൻ വരുന്നത് absolute instrument and secondary instrument എന്നാണ്. ഓക്കെ, absolute instrument, secondary instruments. സോ പ്രൈമറി സെക്കൻഡറി എന്നല്ല, അബ്സല്യൂട്ട് സെക്കൻഡറി എന്നാണ് നമ്മൾ ജനറലി റെപ്രസെൻറ്റ് ചെയ്യുക. അബ്സല്യൂട്ട് മീൻസ് ഇറ്റ്സ് എ പ്രൈമറി ഇൻസ്ട്രുമെന്റ് ആൻഡ് സെക്കൻഡറി ഇൻസ്ട്രുമെന്റ്, ബട്ട് ജനറലി പറയുന്നത് അബ്സല്യൂട്ട് ഇൻസ്ട്രുമെന്റ് എന്നാണ് പറയുക കേട്ടോ. സോ വാട്ട് ഇസ് അബ്സല്യൂട്ട് ഇൻസ്ട്രുമെന്റ്? അബ്സല്യൂട്ട് ഇൻസ്ട്രുമെന്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ യൂണിവേഴ്സലി എന്താ പറയുക, മറ്റ് കാലിബ്രേഷൻസിന് വേണ്ടി യൂസ് ചെയ്യുന്ന അല്ലെങ്കിൽ സ്റ്റാൻഡേർഡ് ലബോറട്ടറീസിൽ അവർ യൂസ് ചെയ്യുന്ന ഇൻസ്ട്രുമെന്റ്സ് ആണെന്ത് അബ്സല്യൂട്ട് ഇൻസ്ട്രുമെൻറ്റ്സ് എന്ന് പറയുന്നത്. ആക്ച്വലി അബ്സല്യൂട്ട് ഇൻസ്ട്രുമെൻറ്റ്സിന് കാലിബ്രേഷൻ്റെ ആവശ്യമില്ല. ഒന്ന് നോക്കാം ഓരോ പോയിന്റ്സ് ആയിട്ട്. ദീസ് ഇൻസ്ട്രുമെൻറ്റ്സ് ഗീവ്സ് ദ വാല്യൂ ഓഫ് ക്വാണ്ടിറ്റി ടു ബി മെഷേർഡ് ഇൻ ടേംസ് ഓഫ് ഡിഫ്ലക്ഷൻ ഓഫ് ആൻ ഇൻസ്ട്രുമെൻറ്റ് കോൺസ്റ്റൻറ്റ്. സോ ഇൻസ്ട്രുമെൻറ്റിന് ഒരു കോൺസ്റ്റൻ്റ് ഉണ്ടാവും, അതിൻ്റെ ഡിഫ്ലക്ഷൻ കൗണ്ട് ചെയ്തിട്ടാണ് എന്ത് ചെയ്യുന്നത്, ഇതിൻ്റെ അബ്സല്യൂട്ട് ഇൻസ്ട്രുമെൻറ്റ്സ് റീഡിങ് തരുന്നത്. എ ഗുഡ് എക്സാമ്പിൾ ഓഫ് ആൻ അബ്സല്യൂട്ട് ഇൻസ്ട്രുമെൻറ്റ് ഈസ് എ ടാൻജൻറ്റ് ഗാൽവനോമീറ്റർ. ഓക്കെ, ടാൻജൻറ്റ് ഗാൽവനോമീറ്റർ ആണ് absolute instrument. ഇപ്പോൾ absolute instrument ഫോളോയിങ് ഏതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ്സ് എ ടാൻജൻറ്റ് ഗാൽവനോമീറ്റർ. ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട് കേട്ടോ. ക്വസ്റ്റ്യൻ ടാൻജൻറ്റ് ഗാൽവനോമീറ്റർ ഓപ്ഷൻ ആയിട്ട് വരുന്ന ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. സോ നോ പ്രീവിയസ് കാലിബ്രേഷൻ ഓർ കമ്പാരിസൺ ഈസ് നെസസറി ഇൻ ദിസ് ടൈപ്പ് ഓഫ് ഇൻസ്ട്രുമെന്റ്. ഇപ്പോൾ ഈ അബ്സല്യൂട്ട് ഇൻസ്ട്രുമെന്റിന് കാലിബ്രേഷൻ്റെ ആവശ്യമോ കമ്പാരിസൻ്റെ ആവശ്യമോ ഒന്നുമില്ല. ഓക്കെ, ജനറലി എല്ലാം നമ്മൾ യൂസ് ചെയ്യുന്ന യൂസർ എൻഡിൽ യൂസ് ചെയ്യുന്ന ഇൻസ്ട്രുമെന്റ്സിന് എന്ത് ചെയ്യണം, കാലിബ്രേഷൻസ് ഫ്രീക്വൻ്റ്ലി ചെയ്യണം ഫോർ റെഡ്യൂസിങ് എറർ ഇൻ measurement. These instruments are used only in standard laboratories. അപ്പോൾ നമ്മൾ സ്റ്റാൻഡേർഡ് ലബോറട്ടറീസിലാണ് എന്ത് യൂസ് ചെയ്യുന്നത്, ഈ ഇൻസ്ട്രുമെന്റ്സ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, ദെൻ നെക്സ്റ്റ് വരുന്നത് സെക്കൻഡറി ഇൻസ്ട്രുമെന്റ്സ് ആണ്. സെക്കൻഡറി ഇൻസ്ട്രുമെന്റ്സ് എന്താണ്? These instruments, in these instruments the value of electrical quantity to be measured can be determined from the deflection of the instrument on the calibrated dial. മറ്റതുപോലെ ഡിഫ്ലക്ഷൻ തന്നെയാണ് ഇവിടെ, പക്ഷേ വാല്യൂസ് ഡയലിൽ ഇത് ഉണ്ടാവും. മറ്റേത് ഇൻസ്ട്രുമെന്റ് കോൺസ്റ്റന്റ് വെച്ചിട്ടാണ് ചെയ്യുന്നത്. ഓക്കെ, ദീസ് ഇൻസ്ട്രുമെന്റ് ഷുഡ് ബി കാലിബ്രേറ്റഡ് ഇൻ കമ്പാരിസൺ വിത്ത് എയ്തർ ദ അബ്സല്യൂട്ട് ഇൻസ്ട്രുമെന്റ് ഓർ വിത്ത് ദ വൺ വിച്ച് ഓൾറെഡി ബീൻ കാലിബ്രേറ്റഡ്. അപ്പോൾ ഈ സെക്കൻഡറി ഇൻസ്ട്രുമെന്റ് എന്ത് ചെയ്യണം, ഫ്രീക്വൻ്റ്ലി നമ്മൾ കാലിബ്രേഷൻ ആവശ്യമുള്ള സാധനമാണ് സെക്കൻഡറി ഇൻസ്ട്രുമെന്റ്. സെക്കൻഡറി ഇൻസ്ട്രുമെന്റ് എന്ത് ചെയ്യണം, വി ഹാവ് ടു കാലിബ്രേറ്റ്, ഇറ്റ് ഷുഡ് ബി കാലിബ്രേറ്റഡ്. ഓക്കെ, ഇൻ കമ്പാരിസൺ വിത്ത് അബ്സല്യൂട്ട് ഇൻസ്ട്രുമെന്റ് ഓർ വിത്ത് ആൻ ഇൻസ്ട്രുമെന്റ് ഓൾറെഡി കാലിബ്രേറ്റഡ്. ഓൾറെഡി കാലിബ്രേറ്റഡ് ഇൻസ്ട്രുമെന്റ് വെച്ചോ അബ്സല്യൂട്ട് ഇൻസ്ട്രുമെന്റ് വെച്ചോ എന്ത് ചെയ്യണം, അത് കാലിബ്രേറ്റ് ചെയ്യേണ്ടത് ആവശ്യമുണ്ട്. ആൻഡ് ഇതെല്ലാം എന്താണ്, കൊമേഴ്ഷ്യലി യൂസ് ചെയ്യുന്ന ഇൻസ്ട്രുമെന്റ്സ് ആണ്. ഓൾ ദ ഇൻസ്ട്രുമെന്റ്സ് യൂസ്ഡ് കൊമേഴ്ഷ്യലി ആർ സെക്കൻഡറി ഇൻസ്ട്രുമെന്റ്സ്. ഓക്കെ, അപ്പോൾ സ്റ്റാൻഡേർഡ് ലബോറട്ടറീസിൽ യൂസ് ചെയ്യുന്നതെല്ലാം എന്താണ്, സ്റ്റാൻഡേർഡ് ലബോറട്ടറീസിൽ യൂസ് ചെയ്യുന്നത് അബ്സല്യൂട്ട് ഇൻസ്ട്രുമെന്റ്സ് ആണ്. ഓക്കെ, റൈറ്റ്. സോ സെക്കൻഡറി ഇൻസ്ട്രുമെന്റ്സ് ആർ ഫർദർ ക്ലാസിഫൈഡ് അക്കോർഡിംഗ് ടു ദെയർ ഫങ്ഷൻസ്. ഫങ്ഷൻസിനനുസരിച്ച് പ്രൈമറി ഇൻസ്ട്രുമെന്റ്സ് അല്ലെങ്കിൽ അബ്സല്യൂട്ട് ഇൻസ്ട്രുമെന്റ്സിന്റെ കേസിൽ നമുക്ക് ക്ലാസിഫിക്കേഷൻ പഠിക്കട്ടെ, പക്ഷേ സെക്കൻഡറി ഇൻസ്ട്രുമെന്റ്സിൽ നമുക്ക് ക്ലാസിഫിക്കേഷൻ ഉണ്ട്. ആ ക്ലാസിഫിക്കേഷൻ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. സോ സെക്കൻഡറി ഇൻസ്ട്രുമെന്റ്സ് ആർ ക്ലാസിഫൈഡ് അക്കോർഡിംഗ് ടു ദെയർ ഫങ്ഷൻസ്. അതിന്റെ ഫങ്ഷൻ അനുസരിച്ച് എന്ത് ചെയ്യുന്നത്, ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. എന്തൊക്കെയായിട്ട് ഫങ്ഷൻസ്, വെദർ ദ ഇൻസ്ട്രുമെന്റ് ഇൻഡിക്കേറ്റ് ചെയ്യുന്ന ഇൻസ്ട്രുമെന്റ് ആണോ അതോ റെക്കോർഡ് ചെയ്യുന്ന ഇൻസ്ട്രുമെന്റ് ആണോ എന്നുള്ളതിനനുസരിച്ച് അതിനെ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. അതായത് ഇൻഡിക്കേറ്റിംഗ് ഇൻസ്ട്രുമെന്റ് അല്ലെങ്കിൽ ഇന്റഗ്രേറ്റിംഗ് ഇൻസ്ട്രുമെന്റ് അല്ലെങ്കിൽ റെക്കോർഡിംഗ് ഇൻസ്ട്രുമെന്റ്. Okay, so first one, indicating instrument. What is indicating instrument? നോക്കാം. These instruments indicate the value of voltage. It just indicate the value of voltage, current, power, etc. directly on a graduated dial. അതായത് നമ്മുടെ സാധാരണ യൂസ് ചെയ്യുന്ന അമ്മീറ്റർ, വോൾട്ട് മീറ്റർ, ഇതൊക്കെ എന്താണ്, ആ സമയത്ത് ഇൻസ്റ്റന്റേനിയസ് ആയിട്ടുള്ള വോൾട്ടേജ് അല്ലെങ്കിൽ കറണ്ട് ആണ് കാണിക്കുന്നത് അല്ലേ. നേരത്തെ കറണ്ടോ ഒന്നും കാണിക്കത്തില്ലല്ലോ, നേരത്തെ കറണ്ട് കാണിക്കത്തില്ല നമ്മുടെ അമ്മീറ്റർ, വോൾട്ട് മീറ്റർ. അറ്റ് പ്രസന്റ് ഇൻസ്റ്റന്റേനിയസ് ആ മൊമെന്റിൽ എന്താണോ കറണ്ട് അല്ലെ എന്താണോ വോൾട്ടേജ് അത് കാണിക്കും. ഓക്കെ, അതാണ് അമ്മീറ്റർ, വോൾട്ട് മീറ്റർ പോലുള്ള സാധനങ്ങൾ, വാട്ട് മീറ്റർ ഒക്കെ ചെയ്യുക. അതൊക്കെ എന്താണ്, ഇൻഡിക്കേറ്റിംഗ് ഇൻസ്ട്രുമെന്റ്സ് ആണ്, ഇൻഡിക്കേറ്റിംഗ് ഇൻസ്ട്രുമെന്റ്സ്. സോ എക്സാമ്പിൾ അത് തന്നെയാണ് പറഞ്ഞിട്ടുള്ളത്. എന്താണ്, അമ്മീറ്റർ, വോൾട്ട് മീറ്റർ, വാട്ട് മീറ്റർ എക്സെട്ര ബിലോങ്സ് ടു ദിസ് ക്ലാസ്. ഓക്കെ, നെക്സ്റ്റ് വൺ ഈസ് ഇന്റഗ്രേറ്റിംഗ് ഇൻസ്ട്രുമെന്റ്. വാട്ട് ഈസ് ഇന്റഗ്രേറ്റിംഗ് ഇൻസ്ട്രുമെന്റ്? ഇന്റഗ്രേറ്റിംഗ് ഇൻസ്ട്രുമെന്റ് എന്ന് പറയുന്നത്, ഫോർ എക്സാമ്പിൾ എനർജി മീറ്റർ. ഇന്റഗ്രേറ്റിംഗ് ഇൻസ്ട്രുമെന്റ് എന്ന് കേട്ടാൽ നമുക്ക് ആദ്യം വരേണ്ടതാണ്, മനസ്സിൽ ഓർമ്മ വരേണ്ടത് എനർജി മീറ്റർ ആണ് കേട്ടോ. ദീസ് ഇൻസ്ട്രുമെന്റ്സ് മെഷേഴ്സ്
This instrument measures the total amount, either the quantity of electricity or the electrical energy supplied to the circuit over a period of time. അപ്പോൾ സം ഡ്യൂറേഷൻ ഓഫ് ടൈമിലേക്കുള്ള ഇതെന്ത് ചെയ്യും, ആ ക്വാണ്ടിറ്റി അതിങ്ങനെ മെഷർ ചെയ്ത് ക്യുമുലേറ്റീവ് ആയിട്ട് എടുത്തുകൊണ്ടിരിക്കും. ഓക്കെ, ഇൻസ്റ്റന്റേനിയസ് നമുക്ക് ഇന്ന ദിവസം എത്ര എടുത്തെന്നല്ല നമ്മൾ ഇതിൽ നോക്കുക. അങ്ങനത്തെ റെക്കോർഡിംഗ് ടൈപ്പ് എനർജി മീറ്റേഴ്സ് വന്നിട്ടുണ്ട്. പക്ഷേ ജനറലി നമ്മുടെ എനർജി മീറ്റേഴ്സ് ഇൻ്റഗ്രേറ്റിംഗ് ടൈപ്പാണ്. അതായത് എനർജി കൺസ്യൂം ചെയ്യുന്ന അനുസരിച്ച് എന്ത് ചെയ്യും, അതിൽ ക്വാണ്ടിറ്റി ക്യുമുലേറ്റീവ് ആയിട്ട് ആഡ് ആയിക്കൊണ്ടേയിരിക്കും. ഓക്കെ, ആഡ് ആയിക്കൊണ്ടേയിരിക്കും. അതാണ് നമ്മുടെ ഇൻ്റഗ്രേറ്റിംഗ് ഇൻസ്ട്രുമെൻറ്റ്സിൽ നടക്കുന്നത്. എക്സാമ്പിൾസ് ചോദിച്ചു കഴിഞ്ഞാൽ ആംപിയർ അവർ മീറ്റർ ആൻഡ് എനർജി മീറ്റേഴ്സ് ബിലോങ്സ് ടു ദിസ് ക്ലാസ്. ഓക്കെ, ആംപിയർ അവർ മീറ്ററും എനർജി മീറ്ററും ഒക്കെ എന്താണ് ഇതിൽ വരുന്നതാണ്. ദെൻ റെക്കോർഡിംഗ് ഇൻസ്ട്രുമെൻറ്റ് എന്താണ്, എല്ലാ ഡേറ്റയും എന്ത് ചെയ്യും, അത് സ്റ്റോർ ചെയ്യും. നമ്മുടെ വലിയ വലിയ സബ്സ്റ്റേഷൻസിൽ, ഇൻഡസ്ട്രീസിൻ്റെ സബ്സ്റ്റേഷനിലൊക്കെ പോയി കഴിഞ്ഞാൽ റെക്കോർഡിംഗ് ഇൻസ്ട്രുമെൻ്റ് ആയിട്ടാണ് എന്ത് ചെയ്യുന്നത്, അതിൻ്റെ അകത്ത് എനർജി മീറ്റർ വരുന്നത്. കാരണം അത് ഓരോ ടൈമിലെയും എന്താ പറയുക, TOD മീറ്റേഴ്സ്, ടൈം ഓഫ് ഡേ മീറ്റേഴ്സ് വരുമ്പോഴത്തേക്കും അതിനകത്ത് ഓരോ 15 മിനിറ്റ് വെച്ച് എന്ത് ചെയ്യും, എനർജി റീഡിങ് ആഡ് ചെയ്തുകൊണ്ടേയിരിക്കും. അപ്പോൾ ഓരോ 15 മിനിറ്റിലുള്ള ഡേറ്റ എന്ത് ചെയ്യും, അതിൽ കിട്ടും. ഓക്കെ, so these instruments register the quantity to be measured in a given time and provide with a pen which moves over a graph paper. പെൻ അത് പഴയ ഇതാണ്, പെൻ വിച്ച് മൂവ്സ് ഓവർ എ ഗ്രാഫ് പേപ്പർ എന്ന് പറഞ്ഞാൽ എപ്പോഴെന്താണ് ഡിജിറ്റലി അത് സ്റ്റോർ ചെയ്യാൻ പറ്റും. ഡിജിറ്റലി എല്ലാ റെക്കോർഡ്സും സ്റ്റോർ ചെയ്യാൻ പറ്റും റെക്കോർഡിംഗ് ഇൻസ്ട്രുമെന്റ്സിൽ. സോ പെൻ വിത്ത് ഗ്രാഫ് പേപ്പർ അല്ലെ പ്ലോട്ടർ, പെൻ ആൻഡ് പ്ലോട്ടർ എന്നുള്ള കേസൊക്കെ അപ്പോൾ മാറി കേട്ടോ. അങ്ങനത്തെ ഇത് ഇപ്പോഴും യൂസ് ചെയ്യുന്നുണ്ട്, ബട്ട് ഇപ്പോൾ കുറച്ചുകൂടി ഡിജിറ്റൽ ഡേറ്റാസ് ആയിട്ടാണ് ഇത് സ്റ്റോർ ചെയ്യുന്നത്. വിത്ത് ദിസ് ഇൻസ്ട്രുമെന്റ് ദ ക്വാണ്ടിറ്റി ക്യാൻ ബി ചെക്ഡ് ഫ്രം ഫോർ എനി പർട്ടിക്കുലർ ഡേറ്റ് ആൻഡ് ടൈം. അപ്പോൾ ഏത് ഡേറ്റിനും ഏത് ടൈമിനും എന്ത് ചെയ്യാം, നമുക്ക് ക്വാണ്ടിറ്റി ചെക്ക് ചെയ്യാം. നമുക്ക് ചെക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, with this instrument, okay, the recording voltmeter, ammeter and power factor meter belongs to this class. For recording type meters ഉണ്ടാവും ഇത് ഈ കാറ്റഗറിയിൽ വരുന്ന എല്ലാ റെക്കോർഡിംഗ് ടൈപ്പ് മീറ്റേഴ്സ്. ഓക്കെ, then secondary instruments may also be classified according to various effects of electricity upon which their operation depends. Another classification ആണ് എഫക്റ്റ് ഓഫ് ഇലക്ട്രിസിറ്റി വെച്ചിട്ട്. ഇതിൽ ഒരുപാട് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനില്ല. ഓക്കെ, ദ എഫക്റ്റ് യൂട്ടിലൈസ്ഡ് ആർ ആസ് ഫോളോസ്. അപ്പോൾ ഇലക്ട്രിക്കൽ എനർജിയുടെ എഫക്ട്സിനെ യൂസ് ചെയ്യുന്നു. നമ്മൾ നമ്മളെ സെക്കൻഡ് മൊഡ്യൂളിൽ പഠിച്ചു എന്തൊക്കെ എഫക്റ്റ് ആണ് ഉള്ളത്. ഓക്കെ, കറണ്ടിൻ്റെ അല്ലെ ഇലക്ട്രിസിറ്റിയുടെ എഫക്റ്റ് നമ്മൾ പഠിച്ചായിരുന്നു. സോ മാഗ്നറ്റിക് എഫക്റ്റ്, ഹീറ്റിംഗ് എഫക്റ്റ്, കെമിക്കൽ എഫക്റ്റ്, ഇലക്ട്രോസ്റ്റാറ്റിക് എഫക്റ്റ്, ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ എഫക്റ്റ്, ഇതെല്ലാം യൂസ് ചെയ്യുന്നുണ്ട്. എന്തിന്, മെഷർമെന്റ് ഇൻസ്ട്രുമെന്റ്സിൽ. ഇതെല്ലാം ഈ മെത്തേഡ്സ് എല്ലാം ഓരോ ഇൻസ്ട്രുമെന്റ്സിലായിട്ട് അപ്ലിക്കേഷൻ എന്താണോ അതനുസരിച്ച് എന്ത് ചെയ്യും, യൂസ് ചെയ്യുന്നുണ്ട് കേട്ടോ. നെക്സ്റ്റ്, എസെൻഷ്യൽ ഫോഴ്സസ് റിക്വയർഡ് ഫോർ ആൻ ഇൻഡിക്കേറ്റിംഗ് ഇൻസ്ട്രുമെന്റ്. നമ്മുടെ സിലബസിൽ സ്പെസിഫൈ ചെയ്തിട്ടുള്ളതാണ് ദീസ് 3 ഫോഴ്സസ്: ഡിഫ്ലക്റ്റിംഗ് ഫോഴ്സ്, കൺട്രോളിംഗ് ഫോഴ്സ്. അപ്പോൾ the following forces are essential requirements of an indicating instrument for its satisfactory operation. അപ്പോൾ സാറ്റിസ്ഫാക്ടറി ആയിട്ട് ഇൻസ്ട്രുമെന്റ് ഓപ്പറേഷന് വേണ്ടിയിട്ട് നമുക്ക് വേണ്ടുന്ന 3 ഫോഴ്സസ് ആണ് ഈ തന്നിരിക്കുന്നത്. എന്തൊക്കെയാണ്? ഡിഫ്ലക്റ്റിംഗ് ഫോഴ്സ്, കൺട്രോളിംഗ് ഫോഴ്സ് ആൻഡ് ഡാമ്പിംഗ് ഫോഴ്സ്. ഡിഫ്ലക്റ്റിംഗ്, കൺട്രോളിംഗ് ആൻഡ് ഡാമ്പിംഗ് ഫോഴ്സസ്. ഓക്കെ, സോ എന്താണ് ഓരോ ഫോഴ്സസ് ആയിട്ട് നമുക്ക് നോക്കാം. വാട്ട് ഈസ് ഡിഫ്ലക്റ്റിംഗ് ഫോഴ്സ്? ദിസ് കോസസ് ദ മൂവിംഗ് സിസ്റ്റം ഓഫ് ദി ഇൻസ്ട്രുമെന്റ് ടു മൂവ് ഫ്രം 0 പൊസിഷൻ വെൻ ഇൻസ്ട്രുമെന്റ് ഈസ് കണക്റ്റഡ് ടു ദി സപ്ലൈ. അപ്പോൾ ഇൻസ്ട്രുമെന്റ് സപ്ലൈ ആയിട്ട് കണക്ട് ചെയ്തിരിക്കുന്ന സമയത്ത് എന്ത് ചെയ്യും, ഇത് 0, സാധാരണ മീറ്റർ എന്തായിരിക്കും 0 പൊസിഷനിലാണ്ടിരിക്കുക. ഇൻസ്ട്രുമെന്റ് പവറുമായിട്ട് കണക്ട് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ മെഷർമെന്റ് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യും, ആ നീഡിലിനെ മൂവ് ചെയ്യുക അല്ലെങ്കിൽ റീഡിങ് കാണിക്കാനൊക്കെ ആയിട്ട് യൂസ് ചെയ്യുന്ന ഫോഴ്സ് ആണെന്ത്, ഡിഫ്ലക്റ്റിംഗ് ഫോഴ്സ്. ഓക്കെ, ഡിഫ്ലക്റ്റ് ചെയ്യുക ഒരു മെക്കാനിക്കൽ ഡിവൈസിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ ഡിഫ്ലക്റ്റിംഗ് ഫോഴ്സിന്റെ ആവശ്യം ഡിജിറ്റൽ ഡിവൈസിലല്ല. സോ മെക്കാനിക്കൽ ഡിവൈസിലാകുമ്പോൾ ഡിഫ്ലക്ഷൻ ടോർക്ക് അല്ലെങ്കിൽ ഡിഫ്ലക്റ്റിംഗ് ഫോഴ്സ് അല്ലെങ്കിൽ ഓപ്പറേറ്റിംഗ് ഫോഴ്സ് കൊടുക്കാൻ വേണ്ടി നമുക്കൊരു മെക്കാനിസം, അതാണ് ഡിഫ്ലക്റ്റിംഗ് ഫോഴ്സ്. മെക്കാനിസം നമുക്കുണ്ട്, അതിനെക്കുറിച്ച് നമ്മൾ പഠിക്കും. ഓക്കെ, ആ നീഡിലിനെ ഡിഫ്ലക്റ്റ് ചെയ്യുന്ന ഫോഴ്സ്. To obtain this force in an instrument, different effects of electric current such as magnetic effect, heating effect, chemical effect, etc. are employed. നമ്മൾ നേരത്തെ പഠിച്ച എഫക്ട്സിൽ ഏത് വേണം എന്ത് ചെയ്യാം, യൂസ് ചെയ്യാം. എന്തിന്,
ഈ ഒരു ഡിഫ്ലക്റ്റിംഗ് ടോർക്ക് എടുക്കാനായിട്ട്. ഓക്കെ, സോ നെക്സ്റ്റ് വൺ ഈസ് കൺട്രോളിംഗ് ഫോഴ്സ്. ഈ കൺട്രോളിംഗ് ഫോഴ്സ് എന്തിനാണ്? ദിസ് ഫോഴ്സ് ഈസ് എസെൻഷ്യൽ ടു കൺട്രോൾ ദ മൂവ്മെന്റ് ഓഫ് ദി മൂവിങ് സിസ്റ്റം. സോ ഇപ്പോൾ നമ്മൾ ഒരു നീഡിലുണ്ട്, നീഡിൽ നമ്മൾ ഡിഫ്ലക്റ്റിംഗ് ടോർക്ക് കൊടുത്തു കഴിഞ്ഞാൽ എന്ത് ചെയ്യും? അതിപ്പോൾ ഒരു സ്കെയിൽ ഇവിടെ ഉണ്ടെന്ന് വെച്ചോളൂ. സപ്പോസ് ദിസ് ഇസ് എ സ്കെയിൽ. ഒരു ഡിഫ്ലക്റ്റിംഗ് ടോർക്ക് കൊടുത്തു കഴിഞ്ഞാൽ ഇഫ് ഐ അപ്ലൈ ഡിഫ്ലക്റ്റിംഗ് ടോർക്ക് TD, ഇത് ഇങ്ങോട്ട് മൂവ് ചെയ്ത് എന്ത് ചെയ്യും? ഫൈനൽ പൊസിഷനിൽ പോയി നിൽക്കും. ഇത് വീണ്ടും ഇങ്ങോട്ട് മൂവ് ചെയ്യാനുള്ള ടെൻഡൻസിയെ കാണിക്കത്തുള്ളൂ. ഓക്കെ, ചെറിയൊരു കറണ്ട് കൊടുത്താൽ പോലും. പക്ഷേ എപ്പോഴാണ് ഇത് ശരിക്കുള്ള വാല്യൂ കാണിക്കുന്നത്? ആ വാല്യൂ കാണിക്കാൻ വേണ്ടിയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? കൺട്രോളിംഗ് ടോർക്ക് കൊടുക്കുന്നത്. ഡിഫ്ലക്ട് ചെയ്യാൻ മാത്രമേ ഡിഫ്ലക്റ്റിംഗ് ഫോഴ്സ് യൂസ് ചെയ്യുന്നുള്ളൂ. കൺട്രോളിംഗ് ടോർക്കാണ് ഇതിനെ കറക്റ്റ് ആയിട്ടുള്ള പോയിന്റിൽ എന്ത് ചെയ്യുന്നത്? കീപ്പ് ചെയ്യുന്നത്. ഓക്കെ, ഡിഫ്ലക്റ്റിംഗ് ടോർക്കും കൺട്രോളിംഗ് ടോർക്കും ഈക്വൽ ആവുന്ന സമയത്താണ് എന്ത് ചെയ്യുന്നത്? കറക്റ്റ് റീഡിംഗിലേക്ക് വരുന്നത്. സോ ദിസ് ഫോഴ്സ് ഈസ് എസെൻഷ്യൽ ടു കൺട്രോൾ ദ മൂവ്മെന്റ് ഓഫ് ദി മൂവിംഗ് സിസ്റ്റം. It ensures the magnitude of deflection of the pointer is always same for a given value of the quantity to be measured.